നമ്മുടെ കുക്കറിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ചിക്കൻ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം അരിഞ്ഞു വെച്ച സവാള ഇടാം. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കാം മുറിച്ച്. അതിനുശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കാം. തന്നെ പച്ചമുളകാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂട്ടി ചൂടാക്കി മിക്സിയിൽ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഗ്യാസ് ഓണാക്കി ഒറ്റ വിസിലടിക്കുമ്പോൾ നമുക്ക് ഓഫാക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാനിടാം. കറിവേപ്പിലയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇറക്കാം. അതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് ചിക്കൻ മസാല ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമ്മുടെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് മസാലച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇടിച്ചു വെച്ച വെളുത്തുള്ളിയും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനിയിപ്പം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ചിക്കൻ കറിയൊക്കെ വാങ്ങി കുറച്ച് ചിക്കൻ കറിയും ചക്കയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ കറിയും കപ്പയും കൂടി ചക്കയും കൂടി കഴിക്കാനായിട്ട്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.